ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു. ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 1964 മുതൽ കോളേജിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ അപൂർവ ഒത്തുചേരലായി. സംഗമം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സമഗ്രവും സ്വതന്ത്രവുമായ പരിവർത്തനത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല കടക്കുകയാണെന്നും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കത്തക്ക വിധം വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ കലാലയം ഒരു മാസ്റ്റർ പ്ലാൻ വികസിപ്പിച്ചുകൊണ്ട് അതിന്റെ വികസന സാധ്യതകളിലേക്ക് കുതിക്കുവാൻ തയ്യാറാണ് എന്നും അത് ഏറ്റെടുക്കാൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ നീണ്ട നിര ഇവിടെ ഉണ്ട് എന്നും സൂചിപ്പിച്ചപ്പോൾ അത്യധികമായിട്ടുള്ള ആഹ്ലാദവും അഭിമാനവും ഉണ്ടായി എന്നും കൂടി നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ കേവലം ഭൂതകാല കുളിരിൽ അഭിനമിക്കാനുള്ള ഒരവസരമായി മാത്രം കാണാതെ ഭാവി തലമുറയ്ക്ക് കൂടി നമ്മുടെ ഈ കലാലയത്തെ, നമ്മളെ നാമാക്കി തീർത്ത ഈ കലാലയത്തെ എങ്ങനെ ഗുണകരമായ വിധത്തിൽ വളർത്തിയെടുക്കാം എന്നുള്ള ഗൗരവപൂർണമായ ആലോചനകളും കൂടി ഈ സംഗമത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉറപ്പാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വജ്ര ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായിരുന്നു. മെഗാ ആലുമിനി മീറ്റ് ജനറൽ കൺവീനർ ഡോക്ടർ പ്രഭാകരൻ PM റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രിയ, OSA ജനറൽ സെക്രട്ടറി ഹരിദാസൻ പാലയിൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ICU പീഡന കേസിലെ ഡോക്ടർക്കെതിരായ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകാൻ നിർദ്ദേശം.